മൈ സ്വീറ്റ് ഹാർട്ട്. അതിനി പറയും അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. കെട്ടിക്കാൻ പ്രായമായ മോളില്ലേ, എന്നിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. അതിനിപ്പോ എന്താ? ഒട്ടും പറ്റാതിരിക്കുമ്പോഴാണ് നമ്മള് ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകുന്നത്. ഞാൻ അനുഭവിച്ച പോലെ, അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ അനുഭവിച്ചവർ ഇപ്പോഴും അടിമനെ പോലെ അവരെ അടിയും കുത്തും ഒക്കെ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല എന്നല്ല, വേണ്ടേ വിട്ടെറിയും, അത്രേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞു, കളവന്റെ പണം കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ശരിയാണ്, ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. രണ്ടാമതിലേക്ക് പോകുന്ന പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികം തന്നെയാണ് മെയിൻ. അന്ന് ചേർത്ത് പിടിക്കാൻ ഒളിച്ചു വന്ന കുറെ ആൾക്കാർ, അവരൊക്കെ ഇപ്പൊ ചേർത്ത് പിടിക്കാതെ മാറി നിൽപ്പുണ്ട് പേടിച്ചിട്ട്. അതായത് കിട്ടിയ ഒന്ന് ചേർത്ത് പിടിക്കാന്ന് ആഗ്രഹിച്ച കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ സൊസൈറ്റി അത്രയ്ക്ക് മോശമാണ്. നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളാണ് ഈ കമന്റിൽ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നത്. നട്ടല് വേണം മിനിമം. കാരണം ഫോൺ നമ്പർ അയച്ചു കൊടുത്തിട്ട് വിളിക്കാൻ ധൈര്യമില്ലാത്ത ഇവരൊക്കെ ഞാൻ എന്ത് പറയാം? ഒരു സ്ക്രീനിന്റെ മറയിൽ ഇരുന്നിട്ട് പറയാൻ ധൈര്യം ഉണ്ടാവും. സ്ക്രീനിന്റെ മറയോ? ഇവരൊക്കെ ഞാൻ പറയാം, എന്തിന്റെ മറയിൽ എന്താ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. മോശമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ നട്ടലില്ലാത്ത ഇവരുടെ കമന്റ്സ് ഒക്കെ കേട്ടിട്ട് പറയില്ല, അത് മോശമായിട്ട്. ഞാനൊരു പച്ചയായ മനുഷ്യ സ്ത്രീയാണ്. അമ്മച്ചിയായല്ലോ എന്ന് ചോദിക്കുന്നതാണ്. ഞാൻ മുന്നേ അമ്മച്ചിയായതെങ്കിൽ 2 കുട്ടികളുണ്ട്. മോക്ക് 18 വയസ്സ് കഴിഞ്ഞു, മോന് 10 വയസ്സാവുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഇപ്പോൾ ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ടായി. ഒരു പുതിയ പാർട്ട്ണർ ചൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ, ഈ കുടുംബത്തിനെ നോക്കണം, സൊസൈറ്റീനെ നോക്കണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയോ ഈ സൊസൈറ്റി എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഹാപ്പി ആണെങ്കിൽ പോലും ആ ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഇതുപോലെ വീണ്ടും കല്യാണം കഴിക്കണം എന്നോ വീണ്ടും ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മിഡിൽ ഏജ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും. ചേച്ചി ധൈര്യപൂർവ്വം ആ ഒരു ഡിസിഷൻ എടുത്തു. ഇതുപോലെ അതിന് പറ്റാണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഞാനെടുത്ത പോലെ തീരുമാനം നല്ല ആൾക്കാർ വന്നാൽ അതെ, എന്താ എടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്, എവിടുന്നും ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ അനുഭവിച്ചതിനെക്കാട്ടും ആയിരിക്കും അവരെ വേദന അറിയുമ്പോൾ. അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, പക്ഷെ അവർ ആരും തുറന്ന് പറയുന്നില്ല, പറയാൻ മടിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്കും കല്യാണം കഴിക്കാൻ. പക്ഷെ അവർ ഇതുപോലെ തന്നെ മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്നവർ. ഞാൻ ചോദിക്കുന്നത്, ഈ നോക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ കെട്ടുന്നത്? ഈ 2-3 മക്കളെ ഉണ്ടാക്കിയിട്ടും പിന്നെ എന്തിനാണ്? പറ്റുന്നില്ലേ കെട്ടണ്ട, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതിന് മുന്നേ ഒഴിവാവുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, ഇത് നമ്മൾ സംഭവം കല്യാണം കഴിച്ചാൽ എന്താ വിചാരിക്കുക, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ഇന്ന് ശരിയാവും, കുഴപ്പമില്ല. ഇപ്പൊ 2 ദിവസം, ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസം പ്രശ്നമാണെങ്കിൽ ബാക്കി ദിവസം ഓക്കെ ആയിരിക്കും. ഇനി ഉണ്ടാവൂല, പിന്നെയും തുടങ്ങും. എന്നാൽ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് മിണ്ടുമല്ലോ. ഈ ഒരു ഇതിലാണ് നമ്മൾ വർഷങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് അങ്ങ് എത്തി ഒട്ടും പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു 1 മതി 2ാമത്തേന് ഡിവോഴ്സാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യമാണ്. അങ്ങനെയാണ്. ഇപ്പം ഞാൻ അനുഭവിച്ച പോലെ, അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ അനുഭവിച്ചവർ ഇപ്പോഴും അടിമനെ പോലെ അവരെ അടിയും കുത്തും ഒക്കെ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല എന്നല്ല, വേണ്ടേ വിട്ടെറിയുക, അത്രേ ഉള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക. എന്നിട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു പാർട്ട്ണർ കണ്ടുപിടിക്കുക. അതിനിപ്പോൾ വലിയ തെറ്റൊന്നല്ല. അത് ഇപ്പം മക്കളുണ്ട്, മക്കൾ കല്യാണം കഴിക്കാനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു പ്രായം കഴിയുമ്പോൾ അവർക്കൊരു ജോലി കാര്യങ്ങൾ കല്യാണം സെറ്റപ്പ് നോക്കുമ്പോൾ അവർ പോവും. നമ്മൾ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് നമ്മളെ ലൈഫ് അത്രേ ഉള്ളൂ. ഇതിൽ നടന്ന് തെന്നി വീണ തീരാൻ പറ്റുന്ന ഒരു ജീവിതം നമുക്കൊക്കെ ഉള്ളൂ. ഇരുന്നിരിപ്പ് തന്നെ ആർക്കും പാലില്ല കാലം നമുക്ക് എന്താണ് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്കൊരാൾ ഉണ്ടാവും. ധൈര്യമായിട്ട് പോവുക. മക്കൾ നോക്കിക്കൊണ്ടുവന്നായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മോൾ ഓക്കെ ആയിരുന്നു, മോനൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പം എല്ലാവരും ഓക്കെ ആണ് അല്ലേ? ഇപ്പം എത്രയോ കല്യാണം, നമ്മളെ കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പോൾ എത്രയോ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ തന്നെ നേരിട്ട്
കല്യാണം കഴിപ്പിക്കുന്നത് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അവര് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ആ മക്കൾക്ക് അച്ഛനും അമ്മ അല്ല ഈ അമ്മയെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ അച്ഛനെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർക്ക് അവരെ ലൈഫായി പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു പാർട്ട്ണറെ ഏൽപ്പിക്കുന്നത്, അല്ലേ? അതിലിപ്പോ എന്താ ഇപ്പൊ തെറ്റില്ല? ഇപ്പൊ എനിക്ക് വന്ന കമന്റ്സ് അങ്ങനെ തന്നെയാണ്. കെട്ടിക്കാൻ പ്രായമായ മോളില്ലേ എന്നിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. അതിനിപ്പോ എന്താ? കെട്ടിക്കാൻ പ്രായമുള്ള മക്കള് അമ്മമാർക്ക് എന്തേ കല്യാണം ഇങ്ങനെ ഒഴിവായ ആൾക്കാർക്ക് കല്യാണം കഴിച്ചൂടെ? സ്നേഹിച്ചൂടെ? നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചൂടെ? അതിലിപ്പോ എന്താ? നല്ല വസ്ത്രം ഇട്ടൂടെ? അതിലിപ്പോ എന്താ തെറ്റ്? നിങ്ങൾ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ അവർക്ക് ഇപ്പം ഞാൻ അനുഭവിച്ചല്ലോ, എന്നെ പോലെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈഫ് കണ്ടുപിടിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഒറ്റയ്ക്ക് ഒരു പെണ്ണിന് ജീവിക്കാൻ വേണ്ടി പറ്റൂല. 100% ഉറപ്പുള്ള കാര്യമാണ്. ആണുങ്ങളുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് ഒരാണ് ഒരിക്കലും ഡിപെൻഡന്റ് ആയിരിക്കും രണ്ടുപേരും. നമ്മുടെ സൊസൈറ്റിയിൽ ആണുങ്ങൾ വളർത്തുന്നത് ഒന്ന് തുണി അലക്കാനും ഒരു ചായ ഉണ്ടാക്കാനും പോലും അറിയാതെ ഇവനൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവുക. ആ ഒരു കാര്യത്തിൽ 4 വയസ്സിൽ അമ്മമ്മയുടെ കൂടെ കുക്കിംഗ് പഠിച്ചു, തുണി അലക്കാനും എല്ലാം ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ഒറ്റയ്ക്ക് എന്നുള്ളത് ഒരു ഇമോഷണൽ സപ്പോർട്ട്. പക്ഷെ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പുരുഷന്മാരാണ് കുറച്ചുകൂടി ഡിപെൻഡന്റ് ആയിട്ടുള്ള. തീർച്ചയായിട്ടും. അല്ലെ, കൂടുതലും പെണ്ണ് രണ്ടാമതിലേക്ക് പോകുന്ന പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികം തന്നെയാണ് മെയിൻ. ഇപ്പം എന്നെ പറഞ്ഞ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ്. എനിക്കൊന്നും ഇല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല, ഞാനിങ്ങനെ കടം വാങ്ങി തന്നവർ പോലും വേറെ രീതിയിലാണ് എൻ്റെ സംസാരിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞു, കിളവൻ്റെ പണം കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ശരിയാണ്, ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, ഇല്ല അല്ല എന്ന് കരുതി ഞാൻ എപ്പോഴെങ്കിലും ഏട്ടനോട് ചോദിച്ചാൽ അറിയാം ഇന്നതൊക്കെ വേണമെന്ന്, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ ഇപ്പം എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പം നീ വന്നില്ലേ, എവിടെയും വീടാണല്ലേ, അപ്പോൾ കോടീശ്വരന്മാരാണ് അല്ലേ? ശരി, ഒരാൾക്കൊരു വീടുണ്ടെങ്കിലോ ഇനി എത്ര വീടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അങ്ങനെ പണിയെടുത്തിട്ട് അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അല്ലാണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഏത് ബാങ്കിലെ ബാലൻസ് ഇല്ലെന്ന് നോക്കിയാൽ അറിയാം. പിന്നെ അപ്പം ഉണ്ടാക്കിയ വീടുണ്ട്, ഏട്ടൻ വാങ്ങിച്ച കണ്ണൂരിലെ സ്ഥലമുണ്ട്, 2-3 വണ്ടിയുണ്ട്. അതുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഇതെല്ലാം വിൽക്കണം, ഇതൊക്കെ വിറ്റിട്ട് വേണം ജീവിക്കാൻ. വിൽക്കാനല്ലല്ലോ ഒരു സംഭവം വാങ്ങുന്നത്. നമുക്കിപ്പം ജീവിക്കാൻ പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട്. അപ്പം നമ്മൾ പണിയെടുക്കുന്നു, അന്തസ്സായിട്ട് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അല്ലാണ്ട് ഇന്നാളെ സ്വത്ത് കണ്ടിട്ടോ ആയിട്ടോ ഒന്നുമല്ല. സ്വത്തുണ്ട് ഇല്ല എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഉണ്ട്. പക്ഷെ അത് ഉണ്ടായിട്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഈ പറയുന്ന ആൾക്കാരുടെ ആരെങ്കിലും, അതായത് ഈ സ്വത്ത് കണ്ടിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഇവര് ആരെങ്കിലും സ്വന്തം പേരിലുള്ള ഒരു 10,000 രൂപ ആർക്കെങ്കിലും ഇന്നായിരിക്കട്ടെ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് പറയാനുള്ള അധികാരമില്ല. നമുക്ക് ബൈബിളിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ അങ്ങനെ ഈ ചൊറി പറയുന്നതും ഈ കമൻ്റ് അടിക്കുന്നതും സ്വത്ത് മോഹിച്ചിട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരും അവർക്ക് സ്വത്ത് വേണ്ട എന്ന് വളരെ ക്ലിയർ ആയിട്ട് കുടുംബത്തിലുള്ള എല്ലാ സ്വത്തും തിരിച്ച് അവരുടെ സഹോദരന്മാർക്കും അച്ഛനമ്മമാർക്കെല്ലാം എഴുതി കൊടുക്കാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടെ. അല്ലാതെ ഈ സ്വത്ത് മോഹിച്ചത് ഇത് അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ ഇത്രയും കാല ജീവിതത്തിൽ ബാക്കിയുള്ളതാണ് ഇതൊക്കെ. അവര് ഞങ്ങളെ പെർമിറ്റ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യം. അതിനൊക്കെ ഞാൻ നന്ദി കൊണ്ട് ഞാൻ അവരെ പൂജിക്കുക വേണ്ടത്. കാരണം ഞാനിവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വേർപ്പാത്, അതിൽ ഞാൻ സേഫ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് നന്ദി കാണിക്കാൻ വേണ്ടി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഓരോ കാര്യത്തിനും ആരെനിക്ക് എന്ത് ചെയ്തെന്നോ അതിനോട് എനിക്ക് നന്ദിയുണ്ട്. നന്ദിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളാണ് ഈ കമന്റിൽ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നത്. കാരണം അവർക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം. പക്ഷെ നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ സാമ്പത്തികം മാത്രമല്ല, നമുക്ക് അയാളോട് ഒരു ഇമോഷണൽ ഇത് വരണം, അയാൾ നമ്മളെ നോക്കുമ്പോൾ ഒരു കെയർ വരണം. അതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ ചേച്ചി ഇതാക്കിയത്? തീർച്ചയായും. അല്ല, ഈ സാമ്പത്തികം മാത്രം കൊണ്ട് സാമ്പത്തികം വേണം വേണ്ട അതുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഉണ്ടായ ഒരു ദിവ്യ ഉണ്ടാവോ? ഇല്ലല്ലോ. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ആയത്, അല്ലേ? അന്ന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും എന്നെ ചേർത്ത് പിടിക്കാനുണ്ടാവുമായിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇവരെന്ത് ചേർത്ത് പിടിക്കാത്തവര് ഇപ്പൊ ഈ ഒരു ദിവ്യ ശ്രീധരൻ എന്നുള്ള നിലയിലെത്തിയപ്പോ ചേർത്ത് പിടിക്കുന്നുണ്ടോ? ചെയ്യും. അപ്പൊ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ചേച്ചിക്ക് മനസ്സിൽ തന്നെ തോന്നുന്നില്ലേ? പിന്നെ തീർച്ചയായും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇപ്പൊ എല്ലാരും എന്റെ കൂടെ ഉണ്ട്. അങ്ങനെ തള്ളിപ്പറഞ്ഞവരും ഇപ്പൊ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കില്ലേ കമന്റ് വരുന്നത് വെച്ചാല് ഈ അതിലൊരു കോമഡിയും കൂടെ ഉണ്ട്.
അന്ന് ചേർത്ത് പിടിക്കാൻ ഒളിച്ചു വന്ന കുറെ ആൾക്കാർ അവരൊക്കെ ഇപ്പൊ ചേർത്ത് പിടിക്കാതെ മാറി നിൽപ്പുണ്ട് പേടിച്ചു. അങ്ങനെയല്ല അല്ല അതും പറയണല്ലോ. ഇടിക്കുന്നുള്ള അല്ല അങ്ങനെ അതായത് കിട്ടിയ ഒന്ന് ചേർത്ത് പിടിക്കാന്ന് ആഗ്രഹിച്ച കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ സൊസൈറ്റി അത്രയ്ക്ക് മോശമാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ചേച്ചി ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഒരു റീൽ ഇട്ടു. അതിന്റെ അടിയിൽ ഒരാൾ വന്നിട്ട് ചേച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്നു പറഞ്ഞപ്പോ ചേട്ടന്റെ കമന്റ് വീട്ടിൽ അമ്മയെ പെങ്ങള് എത്ര പേരുണ്ട്, അവർക്ക് എന്ത് സന്തോഷം. അല്ല സത്യമല്ലേ, ഇൻസ്റ്റയിൽ ഒരു റീലിൽ ഒരു പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവന് എന്തോ വലിയ അസുഖമുണ്ട്. അപ്പൊ വീട്ടുകാർ ആദ്യം അവനെ കുറെ കെട്ടിപ്പിടിച്ച് ഉമ്മക്ക് കൊടുത്ത് ഒന്ന് താലോലിച്ച് അവനൊന്ന് സമാധാനിപ്പിക്കണ്ടേ. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് അയാളുടെ വിരോധമൊന്നുമില്ല. പിന്നെ ഞാൻ പറയാൻ വന്നത്, നമ്മൾ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഇവരെന്തിനാണ് ഇങ്ങനെ വാനോളം പുകഴ്ത്തി വിട്ടുകൊടുക്കുന്നത്? എവിടെ പോയാലും ഇവർ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവർക്ക് എന്തേലും ഒരു നല്ല കാര്യം ചെയ്തോടെ? നമ്മൾ ചാരിറ്റബിൾ എല്ലാം നടത്തുന്നതാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി വിളിച്ച് പൈസേൻ്റെ കാര്യം ഇനി ഇൻസ്റ്റാഗ്രാമായാലും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് നമുക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ വലിയ ഞാൻ പറഞ്ഞല്ലോ, വീട് ഇത് കാര്യങ്ങൾ കണ്ടിട്ടൊന്നും നമുക്ക് ഒരാളെ വില ഇതാക്കാൻ പറ്റില്ല. നമ്മളെ കയ്യിലെടുത്ത് കളിക്കാൻ വേണം. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. അല്ലാണ്ട് സ്വരൂപിച്ച് വെച്ച പൈസ ഒന്നും എടുത്ത് കളിക്കുന്നവരല്ല. അപ്പം നമുക്ക് ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ അവർ ചോദിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല, നമ്മളെ കയ്യിലും ഉണ്ടാവില്ല കൊടുക്കാൻ. ഇപ്പം ചിലപ്പോൾ അക്കൗണ്ട് നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് അയ്യോ ഇന്നിപ്പോൾ എനിക്ക് 200 രൂപ എൻ്റെ അക്കൗണ്ടിലൊക്കെ അങ്ങനെ വന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് വർക്കിന് പോയാൽ നമുക്കൊരു ഷെഡ്യൂൾ ടു ഷെഡ്യൂൾ, അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പിറ്റേ ഷെഡ്യൂൾ, അങ്ങനെയൊക്കെ പേയ്മെന്റ് വരുള്ളൂ. അത് എനിക്കൊരു മാസത്തിൽ 30 ദിവസം വർക്കൊന്നുമില്ല, 4 ദിവസം കണ്ട് വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവര് കാഴ്ചപ്പാട് വേറെയാ, നമ്മളെ ഇഷ്ടം പോലെ എടുത്ത് കളിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണയാ. നമ്മൾ എല്ലാം ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, കുറച്ച് പൈസ അയച്ചു, ഒരു 5000 രൂപ അയച്ചു. ഞാൻ ആരുടെടുത്തും വീഡിയോ കാണാൻ പറഞ്ഞിട്ടുമില്ല, അതിന് ഞാൻ ശമ്പളം കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല. ഇവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഞങ്ങൾ ഈ ഹോം ടൂർ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് എവിടെയും നോട്ട് അടിക്കുന്ന മെഷീനില്ല. ഞങ്ങൾ രാത്രി ആകുമ്പോൾ ഇരുന്ന് നോട്ട് അടിച്ചിട്ട് രാവിലെ ആകുമ്പോൾ അത് ഉണക്കി കടയിൽ കൊണ്ട് കൊടുക്കുന്നില്ല. ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ തൊട്ട് ഞങ്ങൾക്ക് നല്ല ആവശ്യങ്ങളുള്ള അവസരത്തിൽ ഒരാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കല്യാണം നടത്തിയത് ഞങ്ങളുടെ പൈസ കൊണ്ടിട്ടാണ്. അത് ഒരാളുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കാനും പോയിട്ടില്ല. ആരും അങ്ങനെ വന്ന് തരണമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് വളരെ അറിയാവുന്ന ആൾക്കാർ പോലും പോയാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്, എനിക്കറിയാം. അത് തന്നെയാണ് അവരുടെ റീസണും വരാതിരിക്കുക. അയ്യോ ഞാനത് വളരെ ബിസി ആയിരുന്നു കേട്ടോ. ബിസി ഒന്നുമല്ല, അവർ വീട്ടിൽ വെറുതെ ഇരുന്ന് വല്ല സീരിയലും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക്കലി നമ്മളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്കും അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾക്ക് നമ്മൾ നന്നാവുന്നത് ഇഷ്ടമില്ലായിരിക്കും, അതായിരിക്കും. ഈ നന്നാവുക എന്ന് പറയുന്നതും ആപേക്ഷികമാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കാം. ഹാപ്പിനെസ്സും ചില ആൾക്കാർക്ക് പൈസ ആയിരിക്കാം, ചില ആൾക്കാർക്ക് പൈസ അല്ലായിരിക്കും. അവിടെയാണ് ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത്. ഈ കമന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കൂലേ ഞാൻ എന്റെ ഭാര്യയുടെ മാറി നിൽക്കണം, അങ്ങനെയല്ല ഞാൻ കാരണമാണോ മറ്റേ ആൾ ഇത്രയും ഹെയ്റ്റ് അങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല, എവിടെയും നിന്നിട്ടില്ല. പക്ഷെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഞാൻ. ഒതുങ്ങിയപ്പോഴും അവര് അത് വെച്ചിട്ട് പറയാൻ തുടങ്ങി. അപ്പൊ ഏത് രീതിയിൽ ജീവിക്കണം എന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞാനിപ്പോ ചിരിച്ചോണ്ടിരുന്നപ്പോ ഇതെന്താ ഇങ്ങനെ ഏത് നേരം ഇളിച്ചോണ്ടിരിക്കുന്നു, വായും തുറന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു, ഇങ്ങനെ വിവരം കെട്ടതിനും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട്. എന്നാ പിന്നെ നോർമലി എന്നാ പണ്ട് കണ്ട ആ സന്തോഷം ഇല്ലല്ലോ ഇപ്പൊ, അതും പ്രശ്നം. ഇപ്പൊ ഏത് രീതിയിൽ ഇരിക്കണം നമ്മൾ, ഏത് രീതിയിൽ. ഒരു ദിവസം രാവിലെ ഞാൻ ചോദിച്ചു നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആയെന്ന്. കാരണം യൂട്യൂബിൽ ന്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഡിവോഴ്സ് ആയിന്ന്. അത് എത്ര പ്രാവശ്യം വന്നു അറിയോ ഡിവോഴ്സ് ആയി വന്നിട്ട്? ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ വക്കീലാണ്, ഞാനാണ് ഫയൽ ചെയ്യേണ്ടത്. ഫയൽ ചെയ്യണമെങ്കിലും ഫയൽ ചെയ്തോ ഇല്ല, എല്ലാ ദിവസവും ചോദിക്കണം. കാരണം യൂട്യൂബിൽ അങ്ങനെ വരാം, എന്തിനാണെന്ന് നമുക്കറിയില്ല. അതും ഞാൻ പറയണു, കഷ്ടപ്പെട്ട് ഓടി നടന്ന് വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആരോ എടുത്ത വീഡിയോ വെട്ടി മുറിച്ചു. അത് നമ്മള് സംഭവിച്ച ഇവര് ഈ സൂം ചെയ്തിടുന്നോണ്ടാണ് ഈ പ്രശ്നം. ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നില്ലേ, ആ സൈസാണ് ഞാൻ എന്നെ നേരിട്ട് കണ്ടാല് അല്ലല്ലോ.
എന്നോട് പറയും ഇതിപ്പം എത്രയോ ആൾക്കാർ പറഞ്ഞിട്ട് അയ്യോ സീരിയലൊക്കെ കാണുമ്പോൾ വലിയ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ ഞാൻ ശരിക്കും എന്നെ തന്നെ ഞാൻ ഇന്നലെ ലൊക്കേഷനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു മേക്കപ്പ് ചെയ്യുന്ന പയ്യനുണ്ട് കേട്ടോ സ്ഥലത്ത് ചേച്ചിൻ്റെ കമൻറ്റ് ചേച്ചീനല്ല ഏട്ടനെ പറയുന്നത്. ഞാൻ പറഞ്ഞു എടാ കണ്ടിട്ടില്ല എന്താ ചേച്ചി നിങ്ങളൊന്നും അങ്ങനെ എല്ലാ ആൾക്കാരല്ലല്ല. ഞാൻ പറഞ്ഞു എടാ വീഡിയോ കണ്ട് നോക്കിയ നീ ഇതെന്തെന്നാന്ന് എനിക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ട ഞാൻ ഇത്രക്കല്ല. എൻ്റെ ചേച്ചീൻ്റെ പകുതിയും കൂടി ചേച്ചിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ ലൊക്കേഷൻ എല്ലാവരും പോയിട്ട് എനിക്ക് മാനസികമായിട്ട് എനിക്കൊരു എന്നെ തന്നെ ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോലും സത്യം പറഞ്ഞാൽ ടെൻഷനാണ് ഫുഡ് കഴിക്കാൻ. ഇപ്പൊ ഏട്ടൻ നിർബന്ധിച്ച് കഴിക്കുമ്പോഴും എൻ്റെ മനസ്സിനകത്തേക്ക് വരുന്ന അറിയാം ഇത് തിന്നൊക്കെ തടി വരുമോ സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നലെ കഴിച്ചിട്ടില്ല, അത് പറഞ്ഞാൽ വിശ്വസിക്കൂല. പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇനിയിപ്പോ ഒരു 10-20 വർഷം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണം കോവിഡോ ഇതൊന്നും ആയിരിക്കില്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കമന്റ് ആൾക്കാരായിരിക്കും. ഇത് കാരണം മാനസികമായിട്ട് അത്രയും തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വ്യക്തികൾ. ഒന്ന് നേരിട്ട് കണ്ടവരുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പോലീസ് അതോറിറ്റീസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. ഞാൻ പല പ്രാവശ്യം ഇവരൊക്കെ നല്ല കുടുംബത്തിൽ ഇവരുടെ കുടുംബക്കാരെ ദ്രോഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ഉണ്ടാതിരുന്നതാണ്. പക്ഷെ ഇനിയില്ല. കാരണം അത് ആക്ഷൻ എടുക്കാൻ ഒരു ലീഗൽ കേസ് ഫയൽ ചെയ്ത എന്നുള്ളതല്ല, പോലീസിനോട് ഡയറക്റ്റായിട്ട് പോയിട്ട് ഇതാണ് കാര്യം, സൈബർ സെല്ല് ഈ ഫേക്ക് ID വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടോ ഈ ജാട കാണിക്കുന്ന പ്രൊഫൈൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അത് കുറേ ഫേക്ക് IDs ഉണ്ട്, അതൊക്കെ IP അഡ്രസ് വെച്ച് ട്രേസ് ആവും. സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രേസ് ആവും. അതല്ലാതെ ശരിക്കും റിയൽ ID വെച്ചുകൊണ്ട് എന്തോ എന്നെ ആരും ഒന്നും തൊടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു നടക്കുന്ന കുറേ നല്ല ആൾക്കാരുണ്ട്. ബൈ ദ വേ, എൻ്റെ പേര് ക്രിസ് വേണുഗോപാൽ, KRISSBENUGOPAL. സ്പെല്ലിംഗ് അറിയില്ല എന്നുണ്ടെന്ന് പിന്നെ പറയരുത്. ഇത് പോസ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കുക. ഇതാണ് എൻ്റെ പേര്. അല്ലാതെ മുത്തശ്ശൻ, കിളവൻ, അത് ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ആ പേരറിയാത്തോണ്ടാണെന്നുണ്ടെങ്കിൽ ചോദിക്കേ, ക്രിസ് എന്ന് വിളിക്കുക, KRISS മതി. നട്ടല് വേണം മിനിമം. കാരണം ഫോൺ നമ്പർ അയച്ചു കൊടുത്തിട്ട് വിളിക്കാൻ ധൈര്യമില്ലാത്ത ഇവരൊക്കെ ഞാൻ എന്ത് പറയാം. ഒരു സ്ക്രീനിന്റെ മറയിൽ ഇരുന്നിട്ട് പറയാൻ ധൈര്യം ഉണ്ടാവും ആളുകൾ. സ്ക്രീനിന്റെ മറയോ? ഇവരൊക്കെ ഞാൻ പറയുന്നില്ല, എന്തിന്റെ മറയിൽ എന്താ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. അല്ല ആൾക്കാരൊക്കെ കമന്റ്സ് ഇടുന്നവരിലും അല്ലെങ്കിൽ നമ്മൾ ലൈവ് പോയാലൊക്കെ മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് എത്ര വെച്ചാലും നമ്മള് പിന്നെ അതിന് കണക്കായി നല്ല ബോൾഡായ ആളായിരിക്കണം. ഞാൻ അങ്ങനെ ഒരാളല്ല. പക്ഷെ ദേഷ്യമൊക്കെ വരും. എവിടെ ബോൾഡ് ആവണോ അവിടെ ആവാതെ, എവിടെ ബോൾഡ് ആവണ്ടോ അവിടെ ബോൾഡ് ആവും. എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ അത് ഇപ്പൊ മോളെ കുറിച്ച് പറഞ്ഞ മുക്ക് വിഷം വരൂല. അത് അനുഭവത്തിൽ വന്ന പറയാം. അല്ലോ എന്നെ ഉപദേശിക്കാം ചേച്ചി ഒന്ന് മൈൻഡ് ചെയ്യേണ്ട ചേച്ചി. പക്ഷെ ഓപ്പോസിറ്റ് എനിക്ക് അത് വന്നാൽ എനിക്ക് വിഷമം. എനിക്കിങ്ങനെ കമന്റ് ഒക്കെ വായിച്ച് നമ്മൾ ആളുകൾ ഇപ്പൊ ഇനി സൈക്കോളജിക്കലി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇവിടെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് കെട്ടും. ഇതേപോലെ മനസ്സിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ വീൽ പുട്ട് ഓൺ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനകത്തുള്ള വിഷമം കളയണം. സോ ഹൂംസോ വാണ്ട്സ് ടു റെഡ്യൂസ് വെയിറ്റ്, ആദ്യം മനസ്സിലെ വിഷമം കളയണം. അത് ആലോചിച്ച് വിഷമിക്കും തോറും ഇനിയും വണ്ണം വെക്കത്തേ ഉള്ളൂ. ആഹാരം നമ്മൾ 3 നേരം നമ്മൾ കഴിക്കുന്ന ആഹാരം 5 നേരമായിട്ട് നമ്മൾ അതേ എമൗണ്ട് ഓഫ് ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തടി കുറയും. കാരണം ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും നോൺ വെജ് എന്നുള്ളത് മാറ്റിയിട്ട് ആഴ്ചയിൽ ഒരു നോൺ വെജ് എന്നാക്കി കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡൈജഷൻ വന്നിട്ട് നമുക്ക് വെജിറ്റേറിയൻ ഡയറ്റ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തടി കുറയും. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. വെള്ളം ഷുവറായിട്ട് നമ്മൾ കുടിച്ചിരിക്കണം. ഹൈഡ്രേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ തരം പ്രശ്നങ്ങളും നമുക്ക് വരും. സോ മനസ്സ് ക്ലിയർ ആയിട്ട് വെക്കുക. ഫുഡിൽ ഡയറ്ററി കൺട്രോള്, ആഹാരം കഴിക്കാതിരിക്കുകയല്ല വേണ്ടത്, കഴിക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് 5 അല്ലെങ്കിൽ ചെറിയ എമൗണ്ട്സ് ആയിട്ട് കഴിക്കണം. 100 ഗ്രാം വെജിറ്റബിൾസ് ഡൈജസ്റ്റ് ചെയ്യാൻ 4 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് 4 മണിക്കൂറിലൊരിക്കൽ നമ്മൾ ആഹാരം കഴിക്കുന്നത്. 100 ഗ്രാം നോൺ വെജ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ 72 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് സ്വെറ്റും ബ്രെത്തും ഒക്കെ സ്മെല്ല് വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നോർമലായിട്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരാൾ മെലിഞ്ഞ് കറക്റ്റ് എമൗണ്ട് ഓഫ് എത്ര ആവശ്യമുണ്ടോ അത്രയും വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഇത്രയും പറയുന്ന നിനക്ക് വയറല്ലേടാ കിളവ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ, എൻ്റെ പേര് കിളവനല്ല, ക്രിസ് ആണ്. മുതുക്കനല്ല, മുത്തശ്ശൻ എൻ്റെ ക്യാരക്ടറുടെ പേരാണ്. ഈ വയറ് എന്ന് പറഞ്ഞാൽ എൻ്റെ L3 ഒരു ഷിയറിൽ പൊട്ടിയത്, ബൈക്ക് ആക്സിഡന്റിൽ പൊട്ടിയത്. അതിനുശേഷം എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാതെ ടൂൺ പോയതാണ്. ഞാൻ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെയും ആ ബോണിന് പ്രശ്നം വരും. ഇത് മെഡിക്കലി
ഏതൊരു ഡോക്ടറിനും മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം കമന്റ് അടിക്കാനുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണം. പറഞ്ഞിട്ട് പോട്ടെ, ഐ കെയർ ടു ഡു ദിസ്. ഞാൻ ചേച്ചി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് പെട്ടെന്ന് വിഷമം ഇതുപോലെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇനി 10 പേര് കൂടി ഇനിയും അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇനിയും വണ്ണം വെക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എത്ര സെൻസിറ്റീവ് ആവുന്നു അത്രത്തോളം നമ്മൾ വണ്ണം വെക്കും. അത് മാറ്റാൻ പറ്റില്ല. ഈ നമുക്ക് വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് മറ്റേ ഓവർ ഈറ്റിംഗ് സ്വഭാവമുണ്ട്. അത് വരും, അങ്ങനെയാണ് വരുന്നത്. കാരണം ഇവിടെ മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വരിഞ്ഞ് കെട്ടുന്ന പോലെ മനസ്സിലെ മുറിവുണ്ടായാൽ വീൽ പുട്ട് ഓൺ വെയിറ്റ്. അത് ഓവർ ഈറ്റിംഗ് വഴി മാത്രമേ പറ്റുള്ളൂ. അത് ഡൈജസ്റ്റ് ആവില്ല, നമുക്ക് ഫാറ്റായിട്ട് ഡെലിവർ ആകത്തേ ഉള്ളൂ. നമ്മുടെ ബോഡീൻ്റെ വർക്കിംഗ് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വണ്ണത്തിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 30 കിലോ കൂടി സ്വന്തം വീട്ടിൽ ഭാര്യയ്ക്ക് ആഹാരം ഉണ്ടോ എന്ന് നോക്കാത്ത ഇവനൊക്കെയാണോ എൻ്റെ ഭാര്യയ്ക്ക് വെയിറ്റ് കൂടിയോ കൂടിയില്ല എന്ന് തൂക്കി നോക്കിയത്, അവനാണോ അവൻ തൂക്കി നോക്കിയത്? അപ്പോൾ ഇതൊക്കെ പറയാനുള്ളവൻ അവൻ്റെ വീട്ടിൽ സ്വന്തം മക്കൾക്ക് ആഹാരം ഉണ്ടോ എന്ന് നോക്കാത്തവനായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ജീവനോടുണ്ടോ ഇല്ലെന്ന് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരായിരിക്കാം പെണ്ണുങ്ങളായിട്ട് അവർ. അല്ലെങ്കിൽ എന്ത് ഫ്രസ്ട്രേഷനാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇതെല്ലാം ഞാൻ കെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എനിക്ക് വേറെ നല്ല പണിയുണ്ട് ചെയ്യാൻ. എനിക്ക് എൻ്റെ പേഷ്യൻസ് നോക്കാനുണ്ട്, എൻ്റെ ക്ലയൻസിന് ലീഗൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനുണ്ട്, എനിക്ക് എഴുതാനുണ്ട്, എനിക്കത് കൂടാതെ ഓരോ കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ മോർണിംഗ് മെസ്സേജ് എഴുതിയില്ല. എനിക്ക് അത്രയും വർക്ക് ലോഡും സ്ട്രെസ്സും എല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ എഴുതിയില്ല. എൻ്റെ അടുത്ത് പല ആൾക്കാരും എഴുതി ചോദിച്ചു എന്തുകൊണ്ട് എഴുതിയില്ല. അത് ഞാൻ ഹ്യൂമനാണ്, ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, ഞാൻ ദൈവമൊന്നുമല്ല. എന്തുണ്ടായാലും ഇങ്ങനെ അങ്ങനെയല്ല. പക്ഷെ ഇതിലെനിക്ക് വറീഡാവാൻ എനിക്ക് താല്പര്യമില്ല. ഇവർ പറഞ്ഞോട്ടെ, മുത്തശ്ശൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. സ്വന്തം വീട്ടിലെ മുത്തശ്ശന് വെള്ളം വേണം ചോദിക്കാത്ത ഇവനാണ് എന്നെയൊക്കെ വിളിച്ചിട്ട് നോക്കാൻ പറഞ്ഞത്. നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കും. ഇനി നമുക്ക് കുറച്ച് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അതെന്തായിരുന്നു? എത്ര പൈസ തരാൻ പോവാ? അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഇവരെ സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് സംസാരിച്ചത്. അതിന് ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടില്ല. ഈ ദിവ്യ ചേച്ചീനെ ഒരു 1 വേർഡിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്? കുഞ്ഞുമോൻ. അതിനേക്കാളും ചെറിയൊരു വാക്ക് വേണോ? എൻ്റെ. അത്രയേ ഉള്ളൂ. കേൾക്കുമ്പോൾ നല്ല സന്തോഷം. സത്യമാണ്. അല്ല, എനിക്കത് മനസ്സുകൊണ്ട് പറയുന്നതാണ്, എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനൊരു 2 മിനിറ്റ് സുന്ദരി എന്നൊക്കെ പറയാം, അങ്ങനെയല്ല. എൻ്റെ. എത്ര കാലം കഴിഞ്ഞിട്ട് സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെയാണ്. എങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെയാണ്. എന്നെ ഇപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവരെൻ്റെ അച്ഛനോ അമ്മയോ, അതുപോലെ എൻ്റെ ഭാര്യ. ഇത് എത്രത്തോളം കാലം വേണം എന്ന് കുഞ്ഞുമോൾ തീരുമാനിക്കാം. അതും ആ ഫ്രീഡവും ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഞാനൊരു ഡിവോഴ്സ് ലോയറാണ്, ഫാമിലി ലോയറാണ്, ഡിവോഴ്സാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. വേണ്ട എന്ന് കുഞ്ഞുമോൾക്കോ എനിക്കോ അങ്ങനെ തോന്നി, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ എൻ്റെ എന്നുള്ള ആ വാക്ക് മുറിഞ്ഞു പോവുക. ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ വാക്ക് കോമഡി എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇപ്പൊ നോക്കി ചിരിച്ചത് കോമഡി അല്ലേ? അയ്യോ, ഇല്ല ചേച്ചി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് നോക്കിയത്. ഞാൻ നോക്കുമ്പോ അങ്ങോട്ട് തീർച്ച ചിരി വന്നതാ. അതെന്നെ കോമഡി ഒറ്റ വാക്കില്. ചേച്ചി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എനിക്കങ്ങനെ പറയാന്നറിയില്ല, എന്നാലും മൈ സ്വീറ്റ് ഹാർട്ട്. അതിനി പറയും കിളവന്റെ എന്നെ സെറ്റിന്ന് മൊത്തം കളിയാക്കല. എന്റെ ഫോണിനകത്ത് അങ്ങനെ ഉള്ള എല്ലാരോ വിളിക്കുന്ന സ്വീറ്റ് ഹാർട്ട് വിളിക്കുന്നു. അവർക്കൊക്കെ അവരുടെ ഫോണിൽ സ്വീറ്റ് ഹാർട്ട് 1, സ്വീറ്റ് ഹാർട്ട് 2, സ്വീറ്റ് ഹാർട്ട് 3 ഇത് ഒരെണ്ണേ ഉള്ളൂ. അതിന്റെ തമാശ. ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നമ്മൾ കേൾക്കാറുണ്ട്, നല്ലോണം പാട്ട് പാടാറുണ്ട്. എല്ലാ ഇന്റർവ്യൂസിലും എല്ലാരും പാടിക്കാറുണ്ട്. നമ്മള് കുറേ ഹേറ്റ് കമന്റ്സിനെ കുറിച്ച് അത് ഇതൊക്കെ സംസാരിച്ച് നമ്മളിപ്പോ കുറച്ച് റിലാക്സ്ഡ് ആയി എന്റേന്നും സ്വീറ്റ് ഹാർട്ടെന്നും ഒക്കെ പറഞ്ഞു ആ ഒരു സന്തോഷത്തിൽ ഒരു പാട്ട്. आज जाने की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं
यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो, हाय मर जाएंगे हम तो लुट जाएंगे, ऐसी बातें किया ना करो, आज जाने की जिद ना करो, आज जाने की जिद ना करो. നല്ല രസം കേൾക്കാം. ഇതിന്റെ മീനിങ്ങും ഉറുദു ഇസ് എ വെരി സ്വീറ്റ് ലാംഗ്വേജ്. ഇന്ന് പോകണമെന്ന് വാശി പിടിക്കല്ലേ. വെറുതെ എൻ്റെ അടുത്ത് പെഹലു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, പെഹലു എന്ന് പറഞ്ഞാൽ പെഹല എന്ന് പറഞ്ഞാൽ ആദ്യം, പെഹലു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി. ചേച്ചീൻ്റെ അടുത്ത് ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അല്ല, ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയാറുണ്ട്. നാളെ ഷൂട്ടുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ പോകണം. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ട്രെയിൻ എടുത്തത്. എനിക്ക് നാളെ ഇവിടെ കോടതിയിൽ കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങ് പുഷ് ചെയ്യും. അപ്പൊ ഇതിൽ പറയുന്നത് യൂം ഹി പെഹലൂമേ ബൈഠേ രഹോ, ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ ചിലപ്പോൾ അങ്ങ് ഇല്ലാണ്ടായി പോകും. ഹായ് മർ ജായെങ്കെ ഹം തോ മിറ്റ് ജായെങ്കെ ऐसी बातें क्या, ഞാൻ പോകുന്നു എന്ന് പറയുന്ന ആ വാക്ക് പോലും പറയല്ലേ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഉറുദുവിൽ എഴുതുന്നതിൻ്റെ ആ ഭംഗി ഒരു പക്ഷേ മലയാളത്തിൽ ഏതൊരു വ്യക്തി എഴുതിയതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. OMV സാറിൻ്റെ ഒരു വരികൾ, ഐ മിസ് യു എന്നുള്ള വാക്കിന് തുല്യമായിട്ട് മലയാളത്തിൽ ഒരു പാട്ടേ ഉള്ളൂ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി. അപ്പൊ അങ്ങനെയുള്ള ഈ ഐ മിസ് യുവിന്റെ മലയാളം എക്സ്പ്ലനേഷൻ എത്രത്തോളം ഭംഗിയാണോ ഇതുപോലെയാണ് ഉറുദുവിലെ എഴുത്ത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഭാഷയോടുള്ള സ്നേഹവും അത് പഠിക്കാനുള്ള താല്പര്യവും വന്നത്. കാരണം അത്രത്തോളം ഫീൽ ചെയ്ത് എഴുതുന്നുണ്ട് അവര്. ഈ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ പാട്ട് പറഞ്ഞല്ലോ, ചേച്ചീനെ നോക്കിയിട്ട് ആ പാട്ട് പാടാം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അത് എനിക്ക് അതിന്റെ എക്സ്പ്രഷൻ അങ്ങനെ വേണം, മര്യാദയ്ക്ക് അങ്ങനെ വരട്ടെ. അപ്പൊ ഇത്ര നേരം നമ്മുടെ ഒരുപാട് സംസാരിച്ചു രണ്ടുപേരോടും. അയ്യോ, ഞാൻ മാത്രമല്ല, പുള്ളിക്കാരെ നന്നായിട്ട് പാട്ട് പാടുന്ന ആള്. ഞാൻ സംസാരിച്ചിരുന്നു ഒരുപാട്. സംസാരിച്ചിട്ടില്ല. നന്നായിട്ട് പാട്ട് പാടും. പാട്ട് പാടും. പിന്നെ തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. എനിക്കറിയില്ലായിരുന്നു കേട്ടോ ചേച്ചി പാട്ട് പാടുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് കുക്ക് ചെയ്യും, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, നന്നായിട്ട് അഭിനയിക്കും. എന്താണ് മോശമായിട്ട് ചെയ്യുന്നത്? മോശമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ നട്ടലില്ലാത്ത ഇവരുടെ കമന്റ്സ് ഒക്കെ കേട്ടിട്ട് വരില്ലാവുന്നു. അത് മോശമായിട്ട് കാര്യം. ഞാനൊരു പച്ചയായ മനുഷ്യ സ്ത്രീയാണ്. ശരി, അത് കാരണം പിന്നെ അമ്മച്ചിയായല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ മുന്നേ അമ്മച്ചിയായതാ. എനിക്ക് 2 കുട്ടികളുണ്ട്. മോക്ക് 18 വയസ്സ് കഴിഞ്ഞു, മോന് 10 വയസ്സാവുന്നു. ഞാൻ മുത്തശ്ശനായിട്ടില്ല. അല്ല, അമ്മച്ചിയായി എന്ന് പറഞ്ഞവരോട് ഞാൻ അമ്മച്ചിയാണ്. അല്ല, ഈ പറയുന്നവര് 60, 70 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെന്റും കഴിഞ്ഞ് ഇവരൊക്കെ എന്തിന്റെ കുറവാണാവും. ഇതൊക്കെ ഒരു 18 വയസ്സായ കുട്ടി പറഞ്ഞാൽ ഓക്കെ, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാന്ന് പറയാം. ഇത് 10-60 വയസ്സായിട്ട് ഈ വിവരമില്ലായ്മ പിന്നെയും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു ഭൂഷണമായിട്ട് കരുതുന്നത് തെറ്റാണ്. പക്ഷെ രോഗം, നമുക്കിപ്പോൾ ഇങ്ങനത്തെ രോഗത്തിന് കുറേ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. പ്ലഗിൽ വയറിട്ടിട്ട് അത് പിടിച്ച് സ്വിച്ച് ഇടാം,
അല്ലെങ്കിൽ ചങ്ങലക്കിടാം, അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാം. അങ്ങനെയൊക്കെ പല നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും ചെയ്യുന്നില്ല. രണ്ടുപേരും ഇപ്പൊ ഒരേ വൈബുള്ള രണ്ട് മനുഷ്യരാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കുറച്ച് നേരത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നേന്ന്? അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് മുന്നേ പറയലുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോ രണ്ടുപേർക്കുമായിട്ട് എന്താണ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഗെറ്റ് വെൽ സൂൺ. സാരല്ല, ചേച്ചി വിശദീകരിച്ച് പറഞ്ഞു. അയ്യോ, ഇനി വിശദീകരില്ല. ഇത് മൊത്തം എല്ലാ ഇന്റർവ്യൂവിൽ ഇത് പറയുന്നുണ്ടല്ലോ. അല്ല, എത്ര എനിക്കൊന്നുമല്ല, എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. നമ്പർ തന്നവരെല്ലാം ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. നേരിട്ട് വന്ന് കാണണം അവർ, അത്രേ ഉള്ളൂ. ഒരാഗ്രഹം. കാരണം ചീത്ത പറയുന്നവർ നേരിട്ട് വന്ന് കാണണം. എന്നുവെച്ചാൽ ഈ മറയത്തിരുന്ന് കാണിക്കുന്നതായിട്ട് നേരിട്ട് വന്ന് കാണിക്കണം. നമ്മള് പറയില്ലേ, ചാവാൻ ധൈര്യമില്ല, ചാവാൻ വേഗം ചാവും, പക്ഷെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ജീവിച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ടാണല്ലോ മരിക്കുന്നു അല്ലേ? അതിന് കാണിക്കുന്ന ധൈര്യം മതി ജീവിക്കാൻ വേണ്ടി. അപ്പൊ ഈ മറിഞ്ഞു നിന്ന് കമന്റ് ഇടുന്നവര് നേരിട്ട് വേണ്ട ധൈര്യം കാണിക്കുക. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്ക് മെസ്സേജ്. എന്റെ അസുഖം എന്താന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞായിരുന്നു. നേരിട്ട് വന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാരും വെൽക്കം ചെയ്യുന്നു. വെൽക്കം. അതെ, വിളിക്കാം, നമുക്ക് കാണാം. എല്ലാരും ഈ കമന്റ് ഈ പറഞ്ഞവര് മാത്രം, അങ്ങനെ ഉള്ളവര് മാത്രം വന്നാൽ മതി, അവർക്ക് മാത്രം നമ്മൾ. അപ്പൊ അതില് ഈ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആ വ്യക്തിയോട് കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്തിനാ ടൈം ചെലവാക്കുന്നത്? കഴിഞ്ഞു പോയില്ല, ആ സമയം കഴിഞ്ഞു പോയി. അല്ല, അവരിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാരെ കൊണ്ട് ഈ കമന്റ് ചെയ്യിപ്പിക്കുന്ന അവരോട് അവരിൽ നിന്ന് നമുക്ക് നേരിട്ട് കാണണ്ടേ? ഒരാഗ്രഹമല്ലേ? നമ്മളെല്ലാരും കാണുന്നുണ്ട്, ഈ പറയുന്നവരെ നമുക്കും കാണണ്ടേ? അതെ, ആരാണ് നമ്മൾ ഇത്രമാത്രം ടാർഗറ്റ് ധൈര്യത്തിൽ നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഒരു മറവും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് വിളിക്കുകയാണ്. നമുക്ക് ഒരു മറവും ഇല്ല, ഓപ്പൺ ആയിട്ട് വിളിക്കുന്നു. രണ്ടുപേരെടുത്തും മൂവി വേൾഡ് മീഡിയയിലും കൂടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. രണ്ടുപേരുടെ ബിസി ഷെഡ്യൂളാണ്. ഒരുപാട് നേരം ഈ സോഷ്യൽ മീഡിയനെ കുറിച്ചും ഈ കമന്റ്സിനെ കുറിച്ചും എങ്ങനെയൊക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫിലോസഫിക്കൽ ആയാലും ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നായാലും പറഞ്ഞ രണ്ടുപേർക്കും നന്ദി. ഒരുപാട് നല്ല സീരിയലുകൾ, ഒരുപാട് നല്ല സ്റ്റേജസ് രണ്ടുപേർക്കും കിട്ടട്ടെ. ധൈര്യമായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്, കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് രണ്ടുപേരും ഒരുപാട് കാലം ജീവിക്കട്ടെ. നമുക്ക് ഇനി 1ാമത്തെ ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യണം. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.